മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. മലപ്പുറം സ്വദേശിയായ 15 വയസ്സുള്ള കുട്ടിയിലാണ് നിപ്പ സംശയം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കുട്ടി. പരിശോധനാ ഫലം നാളെ വരാനാണ് സാധ്യത. ഇന്ന് വൈകിട്ടോ നാളെയോ പരിശോധനാ ഫലം വരുമെന്നാണ് കാര്യം. അങ്ങനെയെങ്കിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിർണായകമായ വിവരങ്ങളുമായി പോകുന്നത്. പക്ഷേ സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ആ കുട്ടിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി കൂടുതൽ പരിശോധനയിലേക്ക് കടക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. TV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, സാഹചര്യം എന്താണ്? മലപ്പുറത്തേക്ക് ആരോഗ്യവകുപ്പ് കൂടുതൽ ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. ചില സംശയങ്ങൾ ആരോഗ്യവകുപ്പിനുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ അനുമോദ്? തീർച്ചയായും സജിത്ത്, നിപ സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ മുൻകരുതൽ പ്രവർത്തനങ്ങൾ, മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. DMOയുടെ നേതൃത്വത്തിൽ ഈ കുട്ടി താമസിക്കുന്ന സ്ഥലത്തെ ആരോഗ്യ കേന്ദ്രത്തിലെത്തി അവിടെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരും അതുപോലെ പഞ്ചായത്തിലെ അധികൃതരുമായിട്ടെല്ലാം തന്നെ പ്രാഥമിക യോഗം ചേർന്നിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടി പഠിച്ച സ്കൂളിലെ അവിടെ ഇന്ന് അധ്യാപക ക്ലസ്റ്റർ നടത്തിയിരുന്നു. ആ ക്ലസ്റ്റർ അവസാനിപ്പിച്ച് അധ്യാപകർക്ക് മടങ്ങിപ്പോകാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നൊരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുട്ടി 5 ദിവസം ചികിത്സയിൽ. അവിടെ നിന്നും എടുത്ത സാമ്പിൾ കൊച്ചിയിലെ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചതായിട്ടാണ് ഈ റിപ്പോർട്ട് ഉള്ളത്. നിപ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാനായിട്ടില്ലെങ്കിലും ചെള്ളുപനി ഉണ്ട് എന്ന റിപ്പോർട്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കുട്ടി ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വെന്റിലേറ്ററിലാണ്. 15-ാം തീയതിയാണ് കുട്ടിയെ പനി ബാധിച്ച് അതിനെ തുടർന്ന് ഫിറ്റ്സും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായി അബോധാവസ്ഥയായ നിലയിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ 5 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അതിനുശേഷമാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. ഇവിടെയെല്ലാം നടത്തുന്ന പരിശോധനയുടെ ഫലങ്ങളുടെ പ്രാഥമിക സൂചനകളാണ് നിപ്പ എന്ന സംശയത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വരേണ്ടതുണ്ട്. എന്താണെങ്കിലും മുൻകരുതൽ പ്രവർത്തനങ്ങൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകാൻ വേണ്ടി ആരോഗ്യമന്ത്രി തന്നെ ഇന്ന് വൈകിട്ടോടെ മലപ്പുറത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം DMOയും ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും കളക്ടറുമെല്ലാം ചേരുന്ന യോഗം ചേരും. അതിനുശേഷമായിരിക്കും തുടർ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാവുക. എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ ഈ മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിപ്പയുടെ ഫലം വൈകുന്നേരത്തോടെ അറിയാൻ കഴിയുകയുള്ളൂ. സജിത്. യെസ്, നിപ്പയുടെ ഫലം വൈകുന്നേരത്തോടെ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് ഈ സാഹചര്യങ്ങൾ അവിടുത്തെ നിരീക്ഷിച്ചിരുന്നു. എന്തായാലും നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്തിമ ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അനുമോദ്, ഈ സ്ഥലത്ത് പരിശോധന, നമുക്കറിയാം നിപ്പ പ്രതിരോധം എന്ന് പറയുന്നത് ആ സ്ഥലം, നിപ്പ ബാധയുണ്ടായത് എങ്ങനെ, അതിൻ്റെ സോഴ്സ് എന്ത് എന്നതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് അങ്ങനെയെങ്കിൽ ഇനി വരാനിരിക്കുന്നത്. പരിശോധനാ ഫലം പോസിറ്റീവ് ആണെങ്കിൽ അതനുസരിച്ചുള്ള സജ്ജമായ ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ടോ? ഇന്ന് രാവിലെ തന്നെ ഈ മേഖലയിലേക്ക് DMO പോയിരുന്നു. DMO അവിടെ എത്തി ആരോഗ്യവകുപ്പിലെ ജീവനക്കാരും അതുപോലെ തന്നെ വാർഡ് അംഗങ്ങളുമായിട്ടും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമായൊക്കെ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. ഈ ഒരു മേഖല അല്പം ഗ്രാമപ്രദേശമാണ്. അതായത് നമുക്ക് കോഴിക്കോട് ഈ നിപ്പ സ്ഥിരീകരിച്ച സ്ഥലത്തിന് സമാനമായ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉള്ള ഇടം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും പക്ഷിയിൽ നിന്നോ വവ്വാലിൽ നിന്നോ ആണോ ഈ ഒരു രോഗം വരാനുള്ളൊരു കാരണം എന്നതാണ് ആദ്യം പരിശോധിക്കുക. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ റൂട്ട് മാപ്പ്, കുട്ടി കഴിഞ്ഞ ആഴ്ചയിൽ വയനാട് പോയതായിട്ടുള്ള ഒരു വിവരവും ലഭിച്ചിട്ടുണ്ട് കുട്ടിയുടെ റൂട്ട് മാപ്പിൽ. പക്ഷേ ഈ ചെള്ളുപനി സ്ഥിരീകരിച്ചതിൻ്റെ പിന്നാലെയാണ് അത്തരത്തിലൊരു വിവരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി മുൻപ് എവിടെയെല്ലാം പോയി, അതുപോലെ തന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നിപ്പ സ്ഥിരീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ നിരീക്ഷണത്തിൽ വിടേണ്ടി വരും. അവരെ അടുത്ത ഇടപഴകുന്നവരുടെ രക്തപരിശോധന അല്ലെങ്കിൽ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ കുട്ടിയുമായി അടുത്തിടപഴകിയ രക്ഷിതാക്കൾ അടക്കമുള്ളവർ ക്വാറന്റൈനിലാണ്, നിരീക്ഷണത്തിലാണ് ഉള്ളത്. ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർ വരെ നിരീക്ഷണത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു മുൻപ് നേരിട്ട മുന്നനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ്
അതിനുള്ള മുൻകരുതൽ നടപടികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഏതെങ്കിലും ഒരു പ്രദേശം റെഡ് അലർട്ട് നൽകി അത്തരത്തിൽ മറ്റ് നടപടികളിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആരോഗ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന യോഗത്തിന് ശേഷമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നേരിടുവാൻ ആ ഒരു മേഖലയെ സജ്ജമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്ന് വൈകുന്നേരം ചേരുന്ന ആരോഗ്യമന്ത്രിയുടെ യോഗം വളരെ നിർണായകമാണ്. യെസ്, വളരെ നിർണായകമാണ് യോഗം. എന്തായാലും നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിച്ചു കഴിയാണ്. ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രതിരോധ നടപടികളിലേക്കാണ് ആരോഗ്യവകുപ്പ് കടക്കുന്നത്.